ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ബ്യൂററ്റ് മെത്തേഡ്, അതുപോലെ തന്നെ മൈക്രോ അനാലിസിസ്, then അതിനുശേഷം നമ്മൾ ഇറേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കുകയാണ്. ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്, നമുക്ക് അറിയുന്നതാണ്, രണ്ട് ബ്യൂററ്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സിംഗിൾ ബ്യൂററ്റ് മെത്തേഡ് എന്താണെന്ന് അറിയണം. ഓക്കെ, സിംഗിൾ ബ്യൂററ്റ് മെത്തേഡിൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു സൊല്യൂഷൻ ബോട്ടിലിൽ നമുക്കൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, അത് NaOH ആണെന്ന് വിചാരിക്കുക. നമുക്ക് തന്നത് NaOH ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമുക്കൊരു HCl ഉണ്ടാകും. അത് ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാദ്യം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഓക്കെ, HCl സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബേസ് യൂസ് ചെയ്യും, സോഡിയം കാർബണേറ്റ്. അപ്പൊ സോഡിയം കാർബണേറ്റ് നമ്മൾ വെയിറ്റ് എടുക്കുന്നു, എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മേക്കപ്പ് ചെയ്യുന്നു. 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മേക്കപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അതെന്ത് ചെയ്യുന്നു? ബ്യൂററ്റ് 1ൽ ഫില്ല് ചെയ്യുന്നു. ദെൻ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള HCl എന്ത് ചെയ്യുന്നു? ബ്യൂററ്റ് 2ൽ ഫില്ല് ചെയ്യുന്നു. അതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിംഗിൾ ബ്യൂററ്റ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ചെയ്യുക, നമ്മുടെ അടുത്ത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? 100 ml ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ 20 ml പിപ്പറ്റ് ചെയ്യാണ് ചെയ്യുക. 20 ml പിപ്പറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ എന്താണ് പിപ്പറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പിപ്പറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പൊ ആ പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക? വലിക്കുക ചെയ്യുക. നമ്മൾ സ്ട്രോ യൂസ് ചെയ്തിട്ട് മേലോട്ട് വലിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും? പിപ്പറ്റ് നമ്മുടെ ഇതിലേക്ക് ഇറക്കി വെക്കും. ഓക്കെ, പിപ്പറ്റ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ഇവിടെ നിന്ന് വലിക്കും. ഓക്കെ, ഇവിടെ ഒരു മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യും? അത് വലിക്കും. അങ്ങനെയാണ് നമ്മൾ പിപ്പറ്റിംഗ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ അത് എന്ത് ചെയ്തു? പിപ്പറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്തു. പിപ്പറ്റ് ചെയ്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച് ആണ്. അങ്ങനെ നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ദെൻ നമ്മുടെ ബ്യൂററ്റിൽ എന്തുണ്ട്? ഒരു ബ്യൂററ്റിൽ നമ്മൾ HCl ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻ പോയിന്റ് ആവുന്നത് വരെ ടൈട്രേറ്റ് ചെയ്യും. ടൈറ്റർ വാല്യൂ കണ്ടുപിടിക്കും. ആൻഡ് ഈ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അതായത് ഇതിലുള്ള കണ്ടന്റ് ഫുള്ള് നമ്മൾ കളഞ്ഞ് വാഷ് ചെയ്ത് നമ്മൾ അഗെയിൻ 20 ml പിപ്പറ്റ് ചെയ്യുന്നു, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു, ദെൻ അഗെയിൻ HCl വെച്ച് ടൈട്രേറ്റ് ചെയ്യുന്നു. അതാണ് സിംഗിൾ ബ്യൂററ്റ് എന്ന് പറയുന്നത്. ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ഈസിയാണ്. കാരണം നമ്മൾ ഓൾറെഡി രണ്ട് ബ്യൂററ്റിൽ ഫില്ല് ചെയ്യും. ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ രണ്ട് തവണ ആദ്യം 20 ml എടുത്തു, ദെൻ രണ്ടാമത് ചെയ്യാൻ നമ്മൾ വീണ്ടും 20 ml എടുത്തു. അപ്പൊ രണ്ട് തവണ ചെയ്യാൻ തന്നെ നമ്മൾ 40 ml കെമിക്കൽസ് ഇവിടെ യൂസ് ചെയ്തു. പക്ഷെ നമ്മൾ ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഒരു 14 ml എടുക്കും, ദെൻ ഒരു 2 ml ആഡ് ചെയ്യും. അപ്പൊ ടോട്ടലി 16 ml കെമിക്കലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് നമുക്ക് കെമിക്കൽസ് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഡബിൾ ബ്യൂററ്റ് മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ ബ്യൂററ്റ് മെത്തേഡിൽ നമ്മൾ ഗ്രാഫിക്കലായിട്ട് ചെയ്യും. അതായത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. നമ്മളിവിടെ യൂസ് ചെയ്ത ബേസ് ചെയ്താണ് സോഡിയം കാർബണേറ്റ്. അപ്പൊ നമ്മൾ X ആക്സിസിൽ വോളിയം ഓഫ് സോഡിയം കാർബണേറ്റ് കൊടുക്കുന്നു. ദെൻ Y ആക്സിസിൽ നമ്മൾ യൂസ് ചെയ്ത ആസിഡ് ഏതാണ്? HCl ആണ്. Y ആക്സിസിൽ നമ്മൾ വോളിയം ഓഫ് HCl പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 14 ml കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 14.2 16 കറസ്പോണ്ടിങ് ആയിട്ട് 16.3 അങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിവിടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒറിജിനിൽ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കും. ഓക്കെ, ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച എങ്ങനെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അവിടെ y എന്ന് പറയുന്നത് ആസിഡിന്റെ വോളിയം ആണ്, ആൻഡ് ഇവിടെ X എന്ന് പറയുന്നത് ബേസിന്റെ വോളിയം ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ HCl നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അപ്പൊ നോർമാലിറ്റി ഓഫ് HCl ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നോർമാലിറ്റി ഓഫ് HCl ഇൻറ്റു വോളിയം ഓഫ് HCl ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ് ഇൻറ്റു വോളിയം ഓഫ് സോഡിയം കാർബണേറ്റ്. സോ നമുക്ക് നോർമാലിറ്റി ഓഫ് HCl എന്നുള്ളത് എങ്ങനെ എഴുതാം? ഓക്കെ, നോർമാലിറ്റി ഓഫ് Na2CO3 ഇൻറ്റു വോളിയം ഓഫ് Na2CO3 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് HCl എന്ന് കിട്ടും. ഇവിടെ വോളിയം ഓഫ് Na2CO3 ബൈ വോളിയം ഓഫ് HCl നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടും? സ്ലോപ്പ് എന്ന് കിട്ടും. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dx ആണ്. dy/dx എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ആസിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ബേസ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ബേസ് ബൈ ആസിഡാ. ഓക്കെ, ബേസ് ബൈ ആസിഡ്, അതായത് സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ 1 സ്ലോപ്പ് ആണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോർമാലിറ്റി ഓഫ് HCl എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോർമാലിറ്റി ഓഫ് HCl ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് Na2CO3 ഡിവൈഡഡ് ബൈ സ്ലോപ്പ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണോ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നോർമാലിറ്റി കിട്ടും. ഇതാണ് ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് എന്നുള്ളതാണ്.
ഫസ്റ്റ് വൺ, മൗത്ത് പിപ്പറ്റിംഗ് ക്യാൻ ബി കംപ്ലീറ്റ്ലി അവോയ്ഡഡ്. ഓക്കെ, മൗത്ത് പിപ്പറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൗത്ത് കൊണ്ട് അത് വലിക്കുക. അപ്പൊ ആ സമയത്ത് അറിയാതെ അതെന്ത് നമ്മുടെ വായിൽ ചെന്നപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മൗത്ത് പിപ്പറ്റിംഗ് ഒഴിവാക്കുന്നത് വഴി അങ്ങനത്തെ ആക്സിഡൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ദെൻ സേവ് കെമിക്കൽസ്. ഞാൻ പറഞ്ഞു നമുക്ക് 2 തവണ ചെയ്യാൻ സിംഗിൾ ബ്യൂറേറ്റ് മെത്തേഡിൽ 40 ml ഡബിൾ ബ്യൂറേറ്റ് മെത്തേഡിൽ വെറും 16 ml കെമിക്കലാണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കെമിക്കൽസ് സേവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 1 ഡ്രോപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് സഫിഷ്യന്റ്. ഓക്കെ, നമ്മൾ മറ്റേ സിംഗിൾ ബ്യൂറേറ്റ് ചെയ്യുമ്പോൾ ഓരോ തവണയും നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. ആൻഡ് ഡബിൾ ബ്യൂറേറ്റിൽ ഒരു ഡ്രോപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മൾ 5 തവണയൊക്കെ ടൈട്രേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡ്രോപ്പ് തന്നെ നമുക്ക് സഫീഷ്യന്റ് ആണ്. ദെൻ ഇറ്റ് സേവ്സ് ടൈം. സമയം സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ തവണ പിപ്പറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ബ്യൂറേറ്റ് മെത്തേഡ് ചെയ്യുന്നതിന്റെ പകുതി സമയം മതി നമുക്ക് ഡബിൾ ബ്യൂറേറ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രം ഗ്രാഫിക്കൽ മെത്തേഡ് മോർ അക്യുറേറ്റ് റിസൾട്ട്സ് ആർ ഒബ്റ്റെയിൻഡ്. നമുക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കും. ദെൻ നമ്മൾ നോക്കുന്നത് മൈക്രോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നമ്മൾ കുറച്ച് സാമ്പിൾ, മൈക്രോ എമൗണ്ട് ഓഫ് സാമ്പിൾ, മൈക്രോ ലെവൽ സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ മൈക്രോ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് മൈക്രോ ലെവൽ സാമ്പിൾസ് ബൈ എനി സ്യൂട്ടബിൾ ടെക്നിക്സ് അവൈലബിൾ. സ്യൂട്ടബിൾ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് മൈക്രോ ലെവൽ സാമ്പിൾസിന്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടോ ഉള്ള അനാലിസിസിനെയാണ് നമ്മൾ മൈക്രോ അനാലിസിസ് എന്ന് പറയുന്നത്. Then cost-effective analytical procedure with the use of very small quantities of chemicals and simple equipment. Okay, cost-effective ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് കെമിക്കൽ മതി, സിമ്പിൾ എക്യുപ്മെന്റും മതി. Promote a green approach to chemical analysis. It involve small laboratory apparatus. അതിന് ചെറിയ ചെറിയ apparatus മതി. അതായത് അതിന്റെ എക്സാമ്പിൾ ആണ് മൈക്രോ സ്പാച്ചുല. നമ്മുടെ സ്പൂണിന്റെ ഒക്കെ ഒരു മിനി വേർഷനാണ്. അപ്പൊ ഇതിൽ നമ്മളൊരു കെമിക്കൽ എടുക്കുന്ന സമയത്ത് കുറച്ച് കെമിക്കൽ ഇതിൽ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പൊ അതാണ് മൈക്രോ സ്പാച്ചുല എന്ന് പറയുന്നത്. ദെൻ ഇത് മൈക്രോ പിപ്പറ്റ്. നേരത്തെ ഞാൻ പിപ്പറ്റ് കാണിച്ചു തന്നു. അപ്പൊ അതിന്റെ മൈക്രോ പിപ്പറ്റ് ആണ് ഇത്. ജസ്റ്റ് 0.1 ഡ്രോപ്പോ 0.1 ml അത്ര ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇത് കാപ്പിലറി ട്യൂബ് ആണ്. ഓക്കെ, ഒരു ഡ്രോപ്പ് നമ്മളൊരു പേപ്പറിലൊക്കെ ഒരു സ്പോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാപ്പിലറി ട്യൂബ്. അതുപോലെ തന്നെ മൈക്രോ ബീക്കർ ഉണ്ട്, മൈക്രോ ബ്യൂററ്റ് ഉണ്ട്, മൈക്രോ ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, മൈക്രോ ഫണൽ ഉണ്ട്. അതൊക്കെ മൈക്രോ അനാലിസിസിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ എക്യുപ്മെന്റ്സ് ആണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ അനാലിസിസ്. So, micro scale analysis reduce the cost of chemical substances and equipment required. Cost reduces the cost. Then it reduces the consumption of chemicals and thereby reduces their waste at that source. Okay, chemical consumption കുറവായതുകൊണ്ട് തന്നെ വേസ്റ്റും കുറവായിരിക്കും. It minimizes environmental pollution. It reduces health risk and ensure safety. It reduces breakage of glassware. It reduces the need of intensive ventilation system and thereby reduces the expense on electricity and infrastructure facilities. It decreases reaction time and ensure fast result. It reduces the time for preparation of experiment. It requires small storage area and drastically reduces working space. It provides a pleasant working atmosphere and promotes greater communication among the analysts. So, ഇതൊക്കെയാണ് മൈക്രോ അനാലിസിസിന്റെ അഡ്വാൻറ്റേജസ്. ഇനി നമുക്കൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈട്രേഷൻ ഒക്കെ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ റിസൾട്ടിൽ എത്രത്തോളം ഇറർ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അപ്പൊ നമ്മൾ അതിന്റെ മുന്നേ ആയിട്ട് ഇവിടെ എന്താ അറിയണം, ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണെന്ന് അറിയണം. ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. അപ്പോൾ ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെഷർമെന്റ് ചെയ്യാം. അതായത് നമ്മളെടുത്തൊരു റോഡ് ഉണ്ട്. ഓക്കെ, ഈ റോഡിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാണ്. ഓക്കെ, ഈ റോഡിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പൊ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നോക്കുന്ന ആളുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പ്രശ്നമായിരിക്കാം. ഓക്കെ, ഒരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത് ആവില്ല ചിലപ്പോൾ വേറൊരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത്. അപ്പോൾ there exists a degree of uncertainty with nearly every type of measurements. ഓക്കെ, നമ്മൾ എന്ത് മെഷർമെന്റ് ചെയ്യുകയാണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വാല്യൂ ഒബ്റ്റെയിൻഡ് ബൈ ദ യൂസ് ഓഫ് മോസ്റ്റ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ് ആണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുക. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് വഴി വരുന്ന ഇറർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. വാല്യൂ ഒബ്റ്റെയിൻഡ് ബൈ ദ യൂസ് ഓഫ് മോസ്റ്റ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്. ദെൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, average of best result obtained by efficient and experienced workers in many laboratories
യൂസിങ് ഡിഫറെന്റ് ടെക്നിക്സ്. ഓക്കെ, പല ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പല ലബോറട്ടറിയിൽ പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിന്റെ ആവറേജ്. ഓക്കെ, പല ആൾക്കാർ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിന്റെ ആവറേജ്, ബെസ്റ്റ് റിസൾട്ടിന്റെ ആവറേജ് ആണ് നമ്മൾ ട്രൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആവറേജ് ഓഫ് ബെസ്റ്റ് റിസൾട്ട് obtained by efficient and experienced workers in many laboratories using different techniques. ഇനി എന്താണ് അക്യുറസി അതുപോലെ തന്നെ പ്രിസിഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റോഡ് ഉണ്ട്, നമ്മൾ അതിന്റെ ലെങ്ത് മെഷർ ചെയ്യാണ്. ഓക്കെ, അതിന്റെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത് ഒരു 30 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളോട് ഇത് മെഷർ ചെയ്യാൻ പറഞ്ഞു. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളിത് മെഷർ ചെയ്യാണ്. മെഷർ ചെയ്തപ്പോൾ നമുക്ക് 29.9 സെന്റിമീറ്റർ എന്ന് കിട്ടി. 29.9 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് ട്രൂ വാല്യൂനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ വേറൊരാൾ മെഷർ ചെയ്തപ്പോൾ 20 സെന്റിമീറ്റർ ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് ട്രൂ വാല്യൂ തമ്മിൽ. അപ്പോൾ നമ്മൾ പറയും ഈ വാല്യൂ എന്ന് പറയുന്നത് അക്യുറേറ്റ് ആണ്, ഇത് അക്യുറേറ്റ് അല്ല എന്ന് പറയും. ഓക്കെ, സോ അക്യുറസി എന്ന് പറഞ്ഞാൽ കൺകോർഡൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ഒബ്സർവ്ഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ആ സാമ്യത, ആ സിമിലാരിറ്റിനെയാണ് നമ്മൾ അക്യുറസി എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ ക്ലോസ് റിസൾട്ട് ട്രൂ വാല്യൂ. ഓക്കെ, നമുക്ക് കിട്ടിയ റിസൾട്ട് ട്രൂ വാല്യൂനോട് എത്രത്തോളം ക്ലോസ് ആണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇനി എന്താണ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമ്മൾ ഇത് മെഷർ ചെയ്യാണ്, ഇതേ റോഡിന്റെ ലെങ്ത് മെഷർ ചെയ്യാണ്. അപ്പൊ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് 29.9 കിട്ടി. ദെൻ രണ്ടാമത് ചെയ്തപ്പോൾ നമുക്ക് 29.8 കിട്ടി. ദെൻ മൂന്നാമത് ചെയ്തപ്പോൾ എഗെയിൻ 29.9 കിട്ടി. ദെൻ 30 കിട്ടി, 30.1 കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് പ്രിസൈസ് ആണ്. നമ്മുടെ ഓരോ മെഷർമെന്റ്സിനും എന്താണ് പ്രിസൈസ് ആണ് എന്ന് പറയും. സപ്പോസ് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് 29 കിട്ടി, പിന്നെ ചെയ്തപ്പോൾ നമുക്ക് 25 കിട്ടി, ദെൻ 20 കിട്ടി, ദെൻ 24 കിട്ടി. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയും ഇത് പ്രിസൈസ് അല്ല. ഓക്കെ, വാല്യൂസ് തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് വരുന്നുണ്ട്, അപ്പൊ ഇതെന്തല്ല, പ്രിസൈസ് അല്ല. അപ്പൊ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഓരോ മെഷർമെന്റ്സും തമ്മിലുള്ള കൺകോർഡൻസ് ആണ് എന്ത്, പ്രിസിഷൻ എന്ന് പറയുന്നത്. കൺകോർഡൻസ് ഓഫ് എ സീരീസ് ഓഫ് മെഷർമെന്റ്സ്. ഇറ്റ് എക്സ്പ്രസ് റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് മെഷർമെന്റ്. അതായത് നമ്മൾ വീണ്ടും മെഷർ ചെയ്താൽ സെയിം വാല്യൂ കിട്ടാനുള്ള ചാൻസ് ആണ് അത് കാണിക്കുന്നത്. സോ അക്യുറസി ഇസ് ആൾവേസ് ഫോളോഡ് ബൈ പ്രിസിഷൻ. അക്യുറേറ്റ് ആണെങ്കിൽ അവിടെ പ്രിസിഷനും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഡസ് ഇറ്റ് ഇംപ്ലൈ അക്യുറസി. അതായത് പ്രിസൈസ് ആണ് എന്ന് വെച്ചിട്ട് അത് അക്യുറേറ്റ് ആണെന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു റോഡിന്റെ മെഷർമെന്റ് എടുക്കുകയാണ്. ഓക്കെ, ഈ റോഡിന്റെ മെഷർമെന്റ് എടുക്കുകയാണ്. ആക്ച്വലി അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമ്മുടെ പേഴ്സണൽ ഇറർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഇറർ കൊണ്ടോ നമുക്ക് 25 ആണ് നമുക്ക് ആദ്യം മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. പിന്നെ നമുക്ക് 24.9, 24.8, 25.1 അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് മെഷർമെന്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് പ്രിസൈസ് ആണ്. ഓക്കെ, നമ്മൾ ഓരോ തവണ എടുത്ത സമയത്ത് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആണ് കിട്ടുന്നത്. ഇത് പ്രിസൈസ് ആണ്, പക്ഷെ ഇതെന്തല്ല, അക്യുറേറ്റ് അല്ല. ഓക്കെ, അതാ പറയുന്നത് പ്രിസൈസ് ആണെന്ന് വെച്ചിട്ട് അക്യുറേറ്റ് ആവണമെന്നില്ല. പക്ഷെ അക്യുറേറ്റ് ആണെങ്കിൽ അക്യുറസി ഇസ് ഓൾവേസ് ഫോളോഡ് ബൈ പ്രിസിഷൻ. ഇനി നമ്മുടെ മെഷർമെന്റിൽ വന്ന ആ ഒരു ഡിഫറൻസ് അതിനെങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇറർ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് വാല്യൂം അതുപോലെ തന്നെ ട്രൂ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒബ്സർവ്ഡ് വാല്യൂവും ട്രൂ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് എക്സ്പ്രസ് അക്യുറസി. അതായത് ഇറർ കുറവാണ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് വാല്യൂം ട്രൂ വാല്യൂം ഏകദേശം ക്ലോസ് ആണെന്ന് അർത്ഥം. ഓക്കെ, അതിനർത്ഥം അത് അക്യുറസി തന്നെയാണ് കാണിക്കുന്നത്. ദെൻ എക്സ്പ്രസ്ഡ് ആസ് അബ്സല്യൂട്ട് ഇറർ ഓർ റിലേറ്റീവ് ഇറർ. അപ്പൊ ഇറർ നമ്മൾ ഒന്നല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇറർ അല്ലെങ്കിൽ റിലേറ്റീവ് ഇറർ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അബ്സല്യൂട്ട് ഇറർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് ഒബ്സർവ്ഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് ഇററിനുള്ള എക്സ്പ്രഷൻ ഇതാണ്, എക്സ് ഒബ്സർവ്ഡ് മൈനസ് എക്സ് ടി. ഓക്കെ, എക്സ് ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ, എക്സ് ടി എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. അതാണ് അബ്സല്യൂട്ട് ഇററിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ റിലേറ്റീവ് ഇറർ ഉണ്ട്. റിലേറ്റീവ് ഇറർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ദ ഇറർ ടു ട്രൂ വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇറർ എന്ന് പറയുന്നത്, എക്സ് ഒബ്സർവ്ഡ് മൈനസ് എക്സ് ടി. അതിന്റെ റേഷ്യോ ടു ട്രൂ വാല്യൂ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എക്സ് ടി ആണ് എന്ത്, റിലേറ്റീവ് ഇറർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പെർസെന്റേജ് ഇറർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. പെർസെന്റേജ് ഇറർ ആകുമ്പോൾ നമ്മൾ ഇതാണ് എക്സ്പ്രഷൻ യൂസ് ചെയ്യുക, എക്സ് ഒബ്സർവ്ഡ് മൈനസ് എക്സ് ടി ഡിവൈഡഡ് ബൈ എക്സ് ടി ഇൻറ്റു 100 അല്ലെങ്കിൽ പാർട്സ് പെർ 1000 ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇൻറ്റു 1000 കൂടെ ചെയ്യാം. സോ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഡബിൾ ബ്യൂററ്റ് മെത്തേഡ് അതുപോലെ തന്നെ മൈക്രോ അനാലിസിസ് അതുപോലെ തന്നെ എറേഴ്സ് ഡിസ്കസ് ചെയ്തു.